അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വെൽക്കം ടു ഫെയ്ത്ത് ടോക്സ് വിത്ത് ജംഷീർ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന നമ്മുടെ ഷെരീഫ് ഉസ്താദാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്. ഷെരീഫ് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്, ക്രിക്കറ്റിൽ ഇത്രയും സ്കില്ലുള്ള ഒരാളാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തകളിലൂടെ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കും പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ ഫസ്റ്റ് കിടക്കുന്നത്. ക്രിക്കറ്റ് കരിയർ വേണ്ട എന്ന് വെച്ച് അതുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ മേഖലയിലാണ് താങ്കൾ എത്തിപ്പെട്ടത്. എങ്ങനെയാണ് ഈ ഒരു ക്രിക്കറ്റ് കരിയറിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് ഷെരീഫ് ഉസ്താദ് എത്തുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. സീരിയസ് ക്രിക്കറ്റിൽ നിന്ന് എങ്ങനെ ഈ ഒരു ഉസ്താദിലേക്ക് എത്തിയത് ചോദിച്ചാൽ അത് കുറച്ച് ലോങ് ആണ് പറയേണ്ടത്. ഞാൻ എൻ്റെ ഒരു 10-14 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതികളൊക്കെ പറയണം. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഇതിനൊക്കെ തുടങ്ങുന്ന ഒരു സമയം. നാട്ടിലായിരുന്നു കളിച്ചിരുന്നത്. ആ സമയത്ത് അവർ തന്നെ ഒരു ക്യാമ്പിലേക്ക് നിർദ്ദേശിക്കുകയും അതിനു വേണ്ടി ഒരുങ്ങുകയും പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോഴാണ് ഒരുപാട് ചിലവുള്ള ഒരു മേഖലയാണ് ക്രിക്കറ്റ്. അതിൻ്റെ കിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ക്രിക്കറ്റ് കളിക്കാനാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും അവർക്കറിയില്ല. അങ്ങനെ ഞാനെന്ത് ചെയ്തു, ഞാൻ സ്വയം ചെറിയ രൂപത്തിൽ പേപ്പർ ഇടാനൊക്കെ പോയി. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് വലിയൊരു ക്രിക്കറ്റ് കിറ്റും മറ്റൊക്കെ വാങ്ങി. എൻ്റെ അടുത്ത് ഒരു ബൈക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൈക്കിൽ ഞാൻ എന്ത് ചെയ്യും, ക്യാമ്പിലൊക്കെ പോവും. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് തന്നെ അന്നത്തെ കാലത്ത് ഒരു 14 വർഷം മുമ്പ് ഒരു 6500-7000 രൂപേൻ്റെ വില മതിക്കുന്ന ബാറ്റ് മാത്രം ഞാൻ വാങ്ങിയിരുന്നു. പാഡ്, കിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ വേറെ. അത്രയും സീരിയസ് ആയിട്ട് ഞാൻ ക്രിക്കറ്റിനെ കണ്ടിരുന്നു. ഒരു നല്ലൊരു ബെൽറ്റ് ഉണ്ടാക്കാമെന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അണ്ടർ-19 ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടീമിൽ തന്നെ എന്ത് ചെയ്തു കിട്ടി. ഞാൻ ആദ്യമായിട്ട് ടീമിൽ വരുന്ന സമയത്ത് പിന്നെ എനിക്കറിയാം 400-500 കുട്ടികൾ എന്ത് ചെയ്തിരുന്നു, ആ ഒരു സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ സെലക്ഷൻ ട്രയൽസൊക്കെ കഴിഞ്ഞൊരു 15 അംഗ ടീമിനെയാണ് സെലക്ട് ചെയ്യുക ഇതിൽ നിന്ന്. ഈ 400 പേരാണ്. അപ്പോൾ ഈ 400 പേരിൽ നിന്ന് 15 അംഗ ടീം സെലക്ട് ചെയ്തപ്പോൾ 14 പേരും മുംബൈ ഡിസ്ട്രിക്റ്റ് കളിച്ച ആളുകളായിരുന്നു. അതിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ ആയിട്ട് കളിച്ച ആൾ. ഞാൻ മാത്രമാണ് ഫസ്റ്റ് ടൈം ഡിസ്ട്രിക്ട് ടീമിൽ കളിക്കുന്നത്. എല്ലാവരും 14, 16 ഒക്കെ കളിച്ച് വന്ന ആളുകളാണ് അണ്ടർ-19 വരുന്നത്. പക്ഷെ ഞാൻ മാത്രമാണ് അതിൽ അണ്ടർ-19 പുതിയ ഒരാളായിട്ട് പിന്നെ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ട്രയൽസ് വെച്ചതുപോലെ ആയി. അങ്ങനെ ക്രിക്കറ്റ് ടീമിലൊക്കെ വന്നു. ആ കൊല്ലം കളിച്ചു. അതിൽ സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടി. ടീമിലൊക്കെ വന്നു, കളിച്ചു. പിന്നെ ഒന്നും കൂടെ സീരിയസ് ആയി. ആ സീസണിൽ അത്ര ശോഭിക്കാനൊന്നും ആയില്ലെങ്കിൽ പോലും ഒന്നും കൂടെ സീരിയസ് ആയി. ക്രിക്കറ്റിനെ കണ്ടു. അതുപോലെ തന്നെ പ്രാക്ടീസൊക്കെ ഒരുപാട് സമയം പ്രാക്ടീസും ക്യാമ്പൊക്കെ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യും. കല്യാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ക്രിക്കറ്റായിരുന്നു ഫസ്റ്റ് ചോയ്സ്. അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതിനൊക്കെ എന്തും ഞാൻ ഇത് കൊടുത്തിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഫലം എന്നുള്ള എനിക്ക് തന്നെ പിന്നത്തെ കൊല്ലവും ടീമിലേക്ക് വന്നു. അപ്പോൾ സെലക്ഷൻ മാച്ചിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വിക്കറ്റോടുകൂടി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ടീമിൽ വന്നു എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ വിക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു എന്ത് ചെയ്തത് അണ്ടർ-19 ടീമിൽ വന്നത്. ആ കൊല്ലം പല സ്ഥലങ്ങളിൽ കളി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. പിന്നെ എന്ത് സംഭവിച്ചു വെച്ചാൽ ക്രിക്കറ്റ് എനിക്ക് എന്താ പറയുക, അത്ര ഒരു വലിയ റിസൾട്ട് ആ വർഷം തന്നില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു വർഷം എനിക്ക് അത്ര ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. മോശം അവസ്ഥയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. മോശം പെർഫോമൻസ് ആയി അങ്ങനെ ഫെയിൽഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. പിന്നെയും ചാൻസ് ഉണ്ട്, അണ്ടർ-20, അണ്ടർ-23, 25 ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ക്രിക്കറ്റിനോട് എന്തോ ഒരു മടുപ്പ് തോന്നി. എനിക്ക് ഭയങ്കര നിരാശയും ഒക്കെ ഫീൽ ചെയ്തൊരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയം. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട്
എൻ്റെ മാച്ചെല്ലാം അവസാനിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഫീലിങ്സ് അടക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വർഷത്തെ എൻ്റെ പ്രയത്നം ഇവിടെ അവസാനിക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലൊരു ഇത് വന്നു. അതായത് ഈ കരിയറിൽ ഇനി മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ അസ്തമിച്ചു പോയി? പ്രതീക്ഷ അസ്തമിച്ചു പോയതല്ല, എനിക്കെന്തോ അതിനോടൊരു താല്പര്യക്കുറവ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം എത്ര എഫേർട്ട് എടുത്തിട്ടും ഒരു ഉയരാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ കളിയൊക്കെ കഴിഞ്ഞു, എല്ലാ മാച്ചൊക്കെ ക്ലോസായി, ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. കൃഷ്ണഗിരി ആ വയനാട് സ്റ്റേഡിയത്തിൽ നിന്ന് പലരും ചോദിച്ചു എന്താണ് കരയുന്ന കാരണങ്ങളൊക്കെ പലരും ചോദിച്ചൊക്കെ ചെയ്തു. പക്ഷെ എനിക്കൊന്നും പറയാനോ ഇതിനൊന്നും കഴിയുന്നില്ല. അത്ര അധികം ഞാൻ അതിൻ്റെ പിറകിൽ ഉള്ള എഫേർട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, ഒരു ക്രിക്കറ്റ് കരിയർ ബിൽഡ് ചെയ്തെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എത്രത്തോളം എന്ന് വെച്ചാൽ ക്രിക്കറ്റിനെ ഞാനൊരു ലഹരിയായിട്ട് കണ്ടിരുന്നു. ക്രിക്കറ്റ് കളിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഞാൻ എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞാൻ നന്നായിട്ട് ദുആ ചെയ്തു. അന്ന് ഞാൻ പരിപൂർണമായൊരു വിശ്വാസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ ഉണ്ട്, എന്നാൽ ആ ഒരു രൂപത്തിലായിരുന്നു, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ദീനിനെ അത്ര സീരിയസ് ആയിട്ട് ഞാൻ കാണുകയോ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു. നിസ്കരിക്കും അത്ര തന്നെ. വിശ്വാസിയാണ് തീർച്ചയായും. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്നു കൊണ്ട് നന്നായിട്ട് ആ ഒരു മനസ്സ് തട്ടിക്കൊണ്ടുള്ള ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് ദുആ ചെയ്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചോണ്ട് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും ആഴത്തിൽ ഞാൻ പഠിക്കുകയും അതിൻ്റെ പിറകെ നടന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു മേഖലയാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുതിയത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലം. ഓരോ വശങ്ങളും ഇപ്പോഴും എനിക്ക് പല വശങ്ങളും അറിയാം. ഇത്രയും വർഷം അതിൽ ഗ്യാപ്പ് ഉണ്ടായതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര ആഴത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പിറകെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ അവിടെ വെച്ചുകൊണ്ട് നന്നായിട്ട് ദുആ ചെയ്തു. പഠിച്ചാൽ എനിക്ക് ക്രിക്കറ്റ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഞാൻ അന്ന് ദീനെന്നോ ഇതൊന്നും ഇതാക്കിയിട്ടില്ല, അതൊന്നുമില്ല. എനിക്ക് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല, ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച്, ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് പഠിച്ചാൽ എന്നെ നീ എത്തിക്കണേ എന്നുള്ളത് ഒരു ആത്മാർത്ഥം. നമുക്ക് വേറൊരു ലക്ഷ്യമല്ല, ആത്മാർത്ഥമായിട്ട് ഞാനത് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അത് അവിടെ ക്ലോസായി. വയനാട്ടിലത്തെ ചിത്രങ്ങളൊക്കെ ക്ലോസായി. അവിടുന്ന് പാക്കപ്പ് ചെയ്തു നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാനൊരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നത് മനസ്സിലായി. കാരണം അതുവരെ ക്രിക്കറ്റിന്റെ പുറകെ ഓട്ടായിരുന്നു. എൻ്റെ +1 +2 ഞാൻ ഫെയിൽഡാണ്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പഠനമായി മുന്നോട്ട് ഇനി രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വെക്കാൻ യാതൊന്നുമില്ല. ഒരു ജോലി ചെയ്യാൻ യാതൊരു നിലക്കും ഉള്ള വകുപ്പില്ല. പക്ഷെ എൻ്റെ കാക്കു, എൻ്റെ ഏട്ടൻ ഒരു ബിസിനസ്സൊക്കെ നടത്തിയിരുന്നു. അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഫൈസി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി സെൻ്ററൊക്കെ നടത്തിയിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ കാക്കു പറഞ്ഞു ഇതിൽ വേറെ കൂടെ കടയിൽ കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ കട എന്നെ ഏൽപ്പിച്ചു. പിന്നെ അതൊരു ട്രാക്കിലായി, ഒരു ബിസിനസ് എന്നുള്ള മൈൻഡിലും ഇപ്പോൾ ക്യാഷ് വരാൻ തുടങ്ങി, പൈസ സമ്പാദിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി. ആ ഒരു ബിഗ് സീറോ എന്നുള്ള ചിത്രം മാറി ഒരു ട്രാക്ക് എനിക്ക് കിട്ടി. ക്രിക്കറ്റൊക്കെ പരിപൂർണമായിട്ടും വിട്ടു. ആ ഒരു സമയത്ത് മറ്റൊരു മേഖലയിലേക്ക് കടന്നു. അത് സക്സസ്ഫുൾ ആണ്. തീർച്ചയായും സക്സസ്ഫുൾ ആണ്. അത് ആദ്യം കാക്കുവിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കാക്കുവിൻ്റെ കീഴിൽ അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് കാലം. ആ സമയത്താണ് പിന്നെ എൻ്റെ കടൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു കട, അതൊരു തുണി ഷോപ്പാണ്, അങ്ങാടിപ്പുറത്താണ്. അപ്പോൾ ആ കട ഒരു വ്യക്തിയുടെയാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു പിന്നെ ദീനൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട്, നിസാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പിന്നെ ഞങ്ങൾ ആദ്യം നല്ല ക്ലോസായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിയായ വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും ഇതാവുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കുറേ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് ഈ ദീനിനെ കാണുകയും എന്നോട് പറയുകയും ഒക്കെ ചെയ്യുന്നതിൽ എന്തോ ഒരു ഉണ്ടല്ലോ, എന്താണ് ഇപ്പോൾ ഇതിന്, അങ്ങനെ ഒരു ചിന്ത എനിക്ക് പിടികൂടാൻ തുടങ്ങി. ഇതിൻ്റെ സീരിയസ് വശം, നമ്മളെന്തായാലും ഇവിടെ വന്നാൽ മരണപ്പെട്ടു പോകുമെന്നുള്ളത് ഷുവറാണ്, അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈശ്വരഹതി ആവട്ടെ, അള്ളാഹ് ഉണ്ട് ഇല്ല എന്ത് പറയുന്നവനായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തുനിന്ന് ഒരു ദിവസം ജനിച്ചിട്ടുണ്ടോ, ഈ ലോകത്തുനിന്ന് ഒരു ദിവസം വിട പറഞ്ഞു പോകുന്നുള്ളത്.
അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ഇസ്ലാം മത വിശ്വാസി എൻ്റെ ഉള്ളിലുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്, ബോധ്യമില്ല സത്യം പറഞ്ഞാൽ, ഒരു ബോധ്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ സംസാരങ്ങളും നസീഹത്തുകളും അദ്ദേഹത്തിൻ്റെ കുറേ ഉപദേശങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊന്ന് സീരിയസ് ആയിട്ട് പഠിച്ചാലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. ദീനിനോടൊരു താല്പര്യം വന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈം, ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഇന്ന് വരെ എനിക്ക് തിരിച്ചു കിട്ടാത്ത ഒരു നിമിഷങ്ങളായിരുന്നു ആ ഒരു 1-2 വർഷങ്ങൾ. ഞാൻ ആഴത്തിൽ ക്രിക്കറ്റ് എങ്ങനെയാണോ പഠിച്ചത് അതിലുപരി ഞാൻ ഈ വിഷയത്തിൻ്റെ പിറകെയായി. ദീനിയായ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിന് സമയം കണ്ടെത്താനും ഒഴിഞ്ഞിരിക്കാനും. ക്രിക്കറ്റിൽ ഇൻവോൾവ് ആയതിനേക്കാൾ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും. വെച്ചാൽ ക്രിക്കറ്റിലെ നമ്മുടെ എൻജോയ്മെൻറ്റിനേക്കാൾ എനിക്ക് ഇതിൽ ആവേശം കണ്ടെത്താൻ സാധിച്ചു. ഓരോ വിഷയങ്ങൾ പഠിക്കാനാണെങ്കിലും ഇതാക്കാനാണെങ്കിലും ഒക്കെ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന കുറേ ക്ലാസ്സുകളും അതുപോലെ തന്നെ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് ഒരു വല്ലാത്തൊരു മാനസികമായിട്ടൊരു സംതൃപ്തി. അത് നമ്മളെങ്ങനെ പറഞ്ഞ് ഇതാക്കണം എന്ന് എനിക്കറിയില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും തോറും എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. എന്താണ് പ്രധാനമായും ഖുർആനും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ആണോ പഠിച്ചിരുന്നത്? തീർച്ചയായും. ആദ്യം വിശുദ്ധ ഖുർആൻ തന്നെയാണ് പിന്നെ പഠിച്ചിരുന്നത്. ഖുർആൻ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഖുർആൻ്റെ പാരായണം അന്ന് വരെ ഞാൻ ഖുർആൻ അത്ര സീരിയസ് ആയി കേൾക്കുകയോ ഒക്കെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഹിഫ്ളുള്ള ഭാഗങ്ങൾ നമ്മൾ മദ്രസയിൽ നിന്ന് ചെറുപ്രായത്തിൽ പഠിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഓതി ശീലമുള്ള ഒരാളായിരുന്നു ഞാൻ. അർത്ഥം തീരെ എന്തില്ല, ഫാത്തിഹയുടെ അർത്ഥം പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നോക്കില്ല. അങ്ങനത്തെ ഒരു വിശ്വാസിയായിരുന്നു ഞാൻ, അല്ലാതെ ഒരു സീരിയസ് വിശ്വാസിയായിരുന്നില്ല. ഒരു കേവല മതഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിനപ്പുറത്തേക്ക് അത് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. എല്ലാവരും പഠിക്കേണ്ടുന്ന ഒന്നാണെന്നൊന്നും, അത് ചില ആളുകൾ വേഷം കെട്ടി അവർ ചെയ്യേണ്ടുന്ന ഒരു പണിയാണെന്നുള്ള ആ ഒരു പുരോഹിതന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരുന്നത്. അവിടുന്ന് മാറി ഓരോ ഖുറാനിലെ ഓരോ വചനങ്ങളിലൂടെ പോകുമ്പോഴും അതല്ലെങ്കിൽ ഖുറാൻ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴൊക്കെ മുമ്പൊന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു എൻജോയ്മെൻറ്റ് എനിക്ക് അവിടെ കിട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചത് ഈ മേഖലയിലാണോ എന്നെനിക്കൊരു ബോധ്യം വരാൻ തുടങ്ങി. ഞാൻ കൂടുതൽ പഠിക്കും തോറും ആ ഒരു ബോധ്യം അത് പ്രാർത്ഥന സ്വീകരിച്ചതാണെന്ന്, അള്ളാഹു അല്ല പ്രാർത്ഥന സ്വീകരിച്ചതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പിന്നീട് അങ്ങോട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താനും മാറിയിരിക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും എന്നോട് പല ആളുകളും പറഞ്ഞു, നിങ്ങളൊരു നല്ല കോളേജിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പോയിട്ട് സീരിയസ് ആയിട്ട് വിഷയം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നല്ല സമ്പാദ്യം ഉണ്ട്. സമ്പാദ്യം മീൻസ് ഇങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും കടയിൽ നിന്നാണെങ്കിലും ഒക്കെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അൽഹംദുലില്ലാഹ് പിന്നെ ഞാൻ ഈ ഇത് പഠിക്കാനും മറ്റൊക്കെ സമയം കണ്ടെത്തി. അപ്പോൾ എൻ്റെയോട് സ്നേഹമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു, വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഒക്കെ. അപ്പോൾ അവർക്കൊന്നും ഇതൊരു അഭികാമ്യമായിട്ട് തോന്നിയില്ല. വെറുതെ ഇനി അങ്ങനെ ജീവിതം സ്പോയിലാക്കണ്ട, ഇതിലൊന്നൊരു ചാൻസോ അല്ലെങ്കിൽ ഇതോ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നും ഇതിൽ നേടിയെടുക്കാനില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മെൻറ്റാലിറ്റി. പക്ഷേ ഞാനിത് പഠിക്കും തോറും മനസ്സിലാക്കും തോറും എൻ്റെ ജീവിതത്തിൽ പുലർത്തുന്നോറും ഞാൻ അനുഭവിക്കുന്നൊരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നൊരു വല്ലാത്തൊരു ഫീലിങ്സും അത് ആർക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തൗഫീഖ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അൽഹംദുലില്ലാഹ് അങ്ങനെ പതിയെ ഞാൻ എന്ത് ചെയ്തു, ഒരു അറബിക് കോളേജിലേക്ക് എൻ്റെ പഠനം, ഈ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എന്ത് ചെയ്തു, ഒരു കടയൊക്കെ ഞാൻ ഓപ്പൺ ആക്കി. പുഴക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ട് തന്നെ കടയൊക്കെ ഓപ്പൺ ആക്കി. ഒക്കെ അതിൻ്റെ സെയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കി ഞാൻ ഈ കട പരാജയപ്പെട്ടപ്പോഴാണോ? അല്ലല്ല, ഒരിക്കലുമല്ല. കട പരാജയമൊന്നുമല്ല, കട നല്ല വിജയം തന്നെ ആയിരുന്നു. പിന്നെ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്കിതിൽ ഇത് മൈൻഡിൽ ഇങ്ങനെ, അതെ തീർച്ചയായും ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. തീർച്ചയായും അതൊക്കെ വെച്ചാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഇൻകമോ അല്ല അതിൻ്റെ ലാഭമോ കാര്യങ്ങളൊന്നും എന്നെ സമാധാനിപ്പിക്കുന്നില്ല. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം, കൂടുതൽ നേടണം എന്നൊക്കെ തോന്നുന്നത് ശരീഅത്തിൻ്റെ ഇൽമുകളായിരുന്നു. അറിവുകൾ കരസ്ഥമാക്കും തോറും മനസ്സിൽ കിട്ടുന്നൊരു സമാധാനം അത് എത്ര പറഞ്ഞറിയിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അനുഭവിച്ചേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കുക ഞാൻ ഈ കടയും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ പതിയെ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക്
കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പലരെയും സമീപിക്കുകയും ഇതൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത്, തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ പരസ്പരം കണ്ട സമയത്ത് അവനെനിക്ക് ഇതിൻ്റെ ഈ കോളേജിൽ ചേരേണ്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ചെയ്തു തന്നു പറഞ്ഞു തന്നല്ല, ചെയ്തു തന്നു. അവനാണ് എന്നെ ഒരു കോളേജിൽ, അറബി കോളേജിൽ എന്നെ കൊണ്ടുപോയി ആക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ പിന്നീട് അങ്ങോട്ടുള്ള തുടർന്നുള്ള 5-6 വർഷം തുടരെ ദീൻ തന്നെ പഠിക്കുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്ന സമയങ്ങളിൽ ശരിക്കും കുറേ എഫേർട്ടുകൾ എടുത്തിട്ടുണ്ടാവും. അതെ, തീർച്ചയായും. കാരണം വീട്ടിൽ നിന്ന് അത്ര ഒരു നല്ല സപ്പോർട്ടല്ല പ്രാരംഭഘട്ടത്തിൽ, ഒരു 3-4 വർഷങ്ങളൊന്നും എനിക്ക് കിട്ടിയത്. പിന്നീട് വീട്ടുകാർ അതിനോട് സമരസപ്പെട്ട് വരികയും പഠിക്കാൻ പറഞ്ഞയക്കുകയും പ്രശ്നമില്ലാത്ത ഒരവസ്ഥ എത്തി. എന്നിരുന്നാലും നമ്മൾ വിട്ടുപോകുന്ന ഒരു ഫീൽഡ്, ജോലി ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അതിനൊക്കെ മാറി വേറൊരു വഴിയിലേക്കാണ് എത്തുന്നത്. പക്ഷെ അവിടുന്ന് ഇവിടെ ഇപ്പോൾ സമ്പാദ്യം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ സമ്പാദ്യം ഉണ്ടായിട്ടും കിട്ടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടി. കാരണം ഞാൻ പഠിക്കാൻ വന്നത് 21ാമത്തെ വയസ്സിലാണ്. ഞാൻ പോയിരിക്കുന്നത് 15 വയസ്സുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഒരു പ്രശ്നമാവും, എനിക്ക് സഹിക്കാൻ കഴിയില്ല, 1 മാസം 2 മാസം ഒരു ആവേശത്തിൽ വന്ന് പോകണം. പക്ഷെ ഞാൻ തീർച്ചയായും 5 വർഷം 6 വർഷം ഞാനത് അതിനുവേണ്ടി മെനക്കെട്ട് പഠിച്ച് എടുത്ത് അവിടുന്ന് അങ്ങനെ ആ കോളേജിൽ നിന്ന് പിന്നെ പോന്നു. പിന്നെ അൽഹംദുലില്ലാ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ 2 വർഷമായിട്ട് ഈ മസ്ജിദിലെ ഖുതുബയും ഇവിടെ തന്നെ ദർസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതെ, പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഇങ്ങനെ പോവാണ്. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ ആഗ്രഹിച്ചു. പിന്നീട് അതായത് ക്രിക്കറ്റിൽ തന്നെ ഒരു കരിയർ സ്വപ്നം കണ്ട് അത് ഫെയിലിയറായി, അതിലൊരു പരാജയം നേരിട്ടപ്പോൾ അതിൻ്റെ ഒരു നിരാശ കൊണ്ട് ആത്മീയതയിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മറുപടി പറയുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ക്രിക്കറ്റ് ഉപേക്ഷിച്ചതു മുതൽ ഞാൻ മതം പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരിക്കലുമല്ല. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ബിസിനസ്സും ജോലിയും ഒരു ജോലി വരെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നു. 6-7 മാസത്തെ കാലത്തോളം ഒരു ജോലി ചെയ്തിരുന്നു. ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരു ജോലി വരെ ചെയ്തിരുന്നു. അത് മാത്രത്തിൽ അല്ല, ഞാൻ കാക്കുവിൻ്റെ കടയിൽ ക്യാഷ്യറായിട്ട് ഇരുന്ന് പിന്നെ സ്വന്തമായിട്ട് കാക്കു എനിക്കൊരു കട പുഴക്കാട്ടിലിട്ടെന്ന് ആ കടയുടെ ഒരു ഓണർ എന്നുള്ള നിലക്കാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, ജീവിച്ചു വരുന്നത്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് മതത്തിലേക്ക് എന്നുള്ളതല്ല, നേരെ മറിച്ച് അതിനൊക്കെ മുമ്പ് ഒരു കാലഘട്ടം, ഈ കളി കഴിഞ്ഞ് മതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു കാലഘട്ടം ഞാൻ നന്നായിട്ട് സമ്പാദിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുതിർന്നിട്ടുണ്ട്. സമ്പാദിക്കൽ സക്സസ് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലന്ന് പണം കാര്യങ്ങളൊക്കെ വന്നിരുന്ന ഒരു സമയമായിരുന്നു. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച്, അന്ന് 19-20 വയസ്സാണ്. ആ സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ഇതെന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല മതത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടതാണ്. ഒരിക്കലും ഒളിച്ചോടി ഇനി മതം എന്നുള്ള നിലക്കല്ല ഞാൻ എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത്. ആത്മീയതയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടി, അല്ലാതെ ഞാൻ ആശ്വാസം തേടി പോയി അങ്ങനെ ഇതായതല്ല. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയം, ഒരു മേഖല എനിക്ക് വേണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ വഴിയിലേക്ക് എത്തിച്ചു. യഥാർത്ഥ സൗഭാഗ്യം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് ഷെരീഫ് ഉസ്താദിന് പറയാനുള്ളത്? ഇപ്പോൾ പറഞ്ഞില്ലേ, ദുനിയാവിൽ നമ്മൾ നേടിയെടുക്കുന്നതിനൊന്നും ശരീഅത്ത് എതിരല്ല. ദുനിയാവിൽ ശരീഅത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് ലെവലിൽ വരേക്കും ഒരാൾക്ക് മുന്നോട്ട് പോവാം, അതിൽ യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ അതൊക്കെ എത്ര വലിയ സൗഭാഗ്യത്തിലേക്ക് ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാലും അതൊക്കെ മരണത്തോടു കൂടി മറ്റൊരാൾ കൈക്കലാക്കി അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് അത് കൈമാറി നമ്മൾ പോകേണ്ടി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മൃഗങ്ങളും മറ്റുമൊക്കെ മരണപ്പെട്ട് പോകുന്നത് പോലെ നമ്മളുടെ മരണവും എന്ത് ചെയ്യാണ്, അതേപോലെയാണ്, തത്തുല്യമാണ് എങ്കിൽ റബ്ബ് നമ്മളെ സൃഷ്ടിച്ച, ഇപ്പം മൃഗങ്ങളാവട്ടെ മറ്റ് ഇതാവട്ടെ, അവരുടെ ഒന്നും സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെയല്ല. സംസാരിക്കാൻ കഴിവുള്ള മറ്റൊരു ജീവി ലോകത്ത് മനുഷ്യനല്ലാതെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും വ്യതിരിക്തനാണ് മനുഷ്യൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ ഒരുപാട് ഫീലിങ്സുകളിലൂടെയും ഒരുപാട് പ്രഷറുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളാണ് മനുഷ്യൻ.
അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം ഏതൊരു ബുദ്ധിയുള്ള ഒരാൾക്കും മനസ്സിലാവും. അപ്പോൾ അത് ഈ ദുനിയാവിൽ നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകൾക്ക് നഷ്ടപ്പെട്ടു, പല ആളുകൾക്കും ലഭിക്കാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ മനുഷ്യൻ ഏത് മനുഷ്യനാണെങ്കിലും അവൻ പിന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വികലാംഗനാണെങ്കിലും അതുപോലെ തന്നെ ബുദ്ധി സ്ഥിരതയില്ലാത്ത ആളാണെങ്കിലും ഏതൊരാൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ലക്ഷ്യം അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുള്ള വിജയമാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമുക്ക് സമൂഹത്തിന് മുമ്പിൽ പറയാൻ സാധിക്കുള്ളൂ. ദുനിയാവിൽ എന്ന് കരുതി ഒരു സൗഭാഗ്യവും നേടണ്ട, ഒന്നും ഇതാക്കണ്ട എന്നല്ല, ദുനിയാവിൽ നേടാം. പക്ഷേ അതല്ല നമ്മുടെ യഥാർത്ഥ സൗഭാഗ്യം. നേരെ മറിച്ചിട്ട് ആഖിറത്തിലേക്കുള്ള നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം നമുക്കൊക്കെ കടന്നു വരാനുണ്ട്. ആ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ പോലും ദുനിയാവിലൊരാൾ നേടുന്നതിനോ അതല്ലെങ്കിൽ ദുനിയാവിലൊരാൾ സമ്പാദിക്കുന്നതിനോ ദുനിയാവിലൊരാൾ ഉന്നതിയിലെത്തുന്നതിനോ ഒന്നും ശരീഅത്ത് എന്തല്ല, എതിരല്ല. പക്ഷേ അതല്ല ലാസ്റ്റ് എന്ന ബോധ്യത്തോടുകൂടി അതല്ല. അതൊക്കെ നമുക്ക് ഉണ്ടാകുന്നതോടുകൂടെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധം, ഈ ഒരു മതബോധം നിർബന്ധമായിട്ടുണ്ടാവണം. ആ ഉണ്ടാകുമ്പോഴേ ഏതൊരു മേഖലയിൽ നിൽക്കുകയാണെങ്കിലും അയാൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുള്ളൂ. നമ്മൾ മറ്റേത് മേഖലയിൽ വന്ന ഒരാളാണെങ്കിലും അവിടെ നിന്നും സത്യത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ, സ്വന്തത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ലഭിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവില്ല. പുറമെ നമ്മളത് പറയുകയും അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ദീനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതത്തിലൂടെ അല്ലാതെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കാനൊന്നും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ മാത്രമേ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതിലിപ്പം ക്രിക്കറ്റ് ഇപ്പോഴും കളിക്കാറുണ്ടോ, എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഒരാളുടെ ദീനുണ്ട് എന്ന് കരുതി ഭൗതികമായ ഒന്നും നേടരുത്, ചെയ്യരുത് എന്നുള്ളത് ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതല്ല. ദീനിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഭൗതികമായിട്ട് ആ നിലക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു എയിമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ക്രിക്കറ്റ് അതിലൂടെ എനിക്ക് നേടണം, സമ്പാദിക്കണം, പ്രശസ്തി, അങ്ങനെ ഒന്നല്ല. എൻ്റെ ഒരു ശാരീരിക ആശ്വാസത്തിനും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അത്തരത്തിലുള്ള ഒരു കളി ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അത് ക്രിക്കറ്റ് എന്നല്ല, പലരും പലതായിരിക്കും കളിക്കുന്നുണ്ടാവുക. ഷട്ടിൽ കളിക്കുന്നവരുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവും, ഓരോരുത്തർക്കും എന്താണോ അവരുടെ ഇത്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പല രൂപത്തിൽ എന്താണോ അവർക്ക് ആശ്വാസം, അതായത് മാനസിക ഉല്ലാസം നൽകുന്ന ചില സംഗതികളുണ്ടാവുമല്ലോ, ശരീരത്തിൻ്റെ പ്രയാസങ്ങൾക്കും. അതൊക്കെ ഇസ്ലാം ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച കാര്യം കൂടെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹത്തുള്ള അടിമയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ആരോഗ്യമുള്ള അടിമയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനിപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കളിക്കാറും അതിൽ ഉല്ലാസം കണ്ടെത്താറൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. ഇതിലിപ്പം സാങ്കല്പികമായി ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ ഇപ്പോൾ ഒരു മസ്ജിദിൽ ഖത്തീബായി തുടരുന്നു, ഇവിടെ കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ ആളുകൾക്ക് ദീനിനെ കുറിച്ചുള്ള ഉത്ബോധനം നൽകുന്നു. ഈ ഒരു അവസ്ഥയിലാണല്ലോ, ഒരു മുഴുവൻ സമയവും ഈ ഒരു മാർഗത്തിലാണ് എന്ന് പറയാം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾക്ക് കരിയറിലേക്ക്, പഴയ ക്രിക്കറ്റ് കരിയറിലേക്ക് തിരിച്ചു പോകാനും അതിൽ ഒരു നല്ല രീതിയിൽ തൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഇനി ലഭിക്കുകയാണെന്ന് നോക്കുക. ഞാൻ അതിൻ്റെ സാധ്യതയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു സാങ്കല്പികമായി ചോദിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഇതിലേതാണ് തിരഞ്ഞെടുക്കുക? ആ കരിയറിനെ ഇനി ഗൗരവമായി സീരിയസ് ആയിട്ട് എടുത്ത് അതിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ, അതല്ല ഇവിടെ ഇങ്ങനെ തുടരാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മറുപടി പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഏറ്റവും വിശന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വിഭവവും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു വിഭവവും നമുക്ക് കിട്ടിയാൽ സ്വാഭാവികമായും നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരിക്കും സെലക്ട് ചെയ്യുക. ഇത് തന്നെയാണ് എനിക്ക് ഈ ചോദ്യത്തിനും മറുപടിയായിട്ട് പറയാനുള്ളത്.
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ആദർശം എന്ന് പറയുന്നത് അത് ഈ ദീൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങനെ ഒരു കരിയർ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പോലും ഈ മതം വിട്ടുകൊണ്ട് അത് സെലക്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ ക്രിക്കറ്റ് കളിച്ച് നടന്നുകൊണ്ട് എന്ന സമയത്തും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൗത്യവും രണ്ടും വ്യത്യസ്തമാണ്. മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ തോത് അത് വളരെ വ്യത്യസ്തമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്താൻ സാധിച്ച ഒരു മേഖല എന്ന് പറയുന്നത് അത് ഈ ദീനിയായ മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റേത് നമ്മളെന്തായിരിക്കും സെക്കൻഡറി ആയിട്ടായിരിക്കും, അത് തട്ടി ഒഴിവാക്കുക എന്നുള്ളതല്ല. നമ്മുടെ സെക്കൻഡറി ഓപ്ഷനാണ് എന്ത്, ക്രിക്കറ്റ് ആവട്ടെ മറ്റാവട്ടെ. നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ അത് ദീന് തന്നെയാണ്. അത് മറ്റേ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാറില്ല, മുന്തിച്ചുകൊണ്ട് ദീനിനെ പിറകിലേക്ക് വെക്കുന്ന ഒരവസ്ഥ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ എത്ര ഉയർന്നാലും എൻ്റെ സമൂഹത്തിൽ എനിക്കൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഒരു ഏറ്റവും ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ ടീം, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ വരെ എത്തിയെന്ന് കൂട്ടി എന്താണ് എൻ്റെ സമൂഹത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ്, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാറ്റങ്ങളൊന്നുമില്ല. നേരെ മറിച്ചിട്ട് ഞാൻ കൂടുതൽ ദീൻ പഠിക്കും തോറും സൊസൈറ്റിയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. ആളുകളുടെ സ്വഭാവ രൂപീകരണത്തിലും മറ്റുമൊക്കെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഞാൻ നേരെ മറിച്ച് ഒരു കളിക്കാരനാവണമെങ്കിൽ എൻ്റെ സ്വഭാവം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണലി എനിക്ക് നന്നാക്കാം. എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ വിശന്ന് വരഞ്ഞവൻ അവന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം സെലക്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ മറ്റേ ഭക്ഷണം മോശമാണോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണെന്ന് ചോദിച്ചാൽ എന്താണോ അതിന് മറുപടി എന്ന് എല്ലാവർക്കും അറിയാലോ. ഇതുപോലെ ഞാൻ എൻ്റെ ദീനിനെ ആണ് ഞാൻ എന്ത് ചെയ്യാം സെലക്ട് ചെയ്യുള്ളൂ. 2 ഓപ്ഷൻ തന്നാൽ തീർച്ച ഞാൻ ദീനിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. താങ്കൾ വിശ്വസിക്കുന്നു താങ്കൾ ഇപ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യത്തിലാണ് എന്ന്? തീർച്ചയായും ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽ, ഇപ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽ ഉള്ളത്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ അത് എത്തിക്കണം എന്നുള്ളതൊന്നും എനിക്ക് ധാരണ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനം മറ്റ് ഏത് മേഖലയിൽ പോയാലും എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഇപ്പം ബിസിനസ്സുകാരനാണെങ്കിലും മറ്റേത് ഇതാണെങ്കിലും എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒടുവിൽ താങ്കൾ വന്ന ഒരു വഴി, ചെറുപ്പകാലത്തൊക്കെ ഇത്തരം കായിക മേഖലകളിലൊക്കെ തിളങ്ങാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ അവരുടേതായ പരിശ്രമങ്ങൾ, അവരുടേതായ കരിയർ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ എല്ലാമുണ്ട്. അവരോടായി താങ്കൾക്ക് എന്താണ് അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം? യുവാക്കളോട് എന്താണ് ഉപദേശിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്തൊരു മേഖലയിലാണോ അല്ലെങ്കിൽ തനിക്ക് എന്തൊരു മേഖലയാണോ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ സാധിക്കുക, ആ മേഖലകളിൽ തന്നാൽ കഴിയുന്നതിൻ്റെ അങ്ങേത്തല ഏറ്റവും നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് അതെന്ത് ചെയ്യുക, ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. പക്ഷേ അതോടൊപ്പം തന്നെ അവരോട് പേഴ്സണലി എനിക്ക് ഉപദേശിക്കാനുള്ളത്, എന്തിനു വേണ്ടിയാണ് എൻ്റെ ഈ ജീവിതം, എന്തിനു വേണ്ടിയാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായി ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന എത്ര വലിയ പ്രവർത്തനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം നിരർത്ഥകമായി മാറുകയാണ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ ദുനിയാവിൽ നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വിനയമുള്ളവരാകാനും അതുപോലെ തന്നെ അങ്ങേയറ്റം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മരണാനന്തരം നമ്മൾ സ്മരിക്കപ്പെടാനും അതോടൊപ്പം തന്നെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ദുനിയാവിൽ നമ്മൾ പരിശ്രമിക്കുന്നതോട് കൂടെ തന്നെ സ്വന്തത്തോട് എല്ലായ്പ്പോഴും ഒരു ചോദ്യം, എന്തിനു വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, അത് കൃത്യമായി നമ്മളോട് തന്നെ ചോദിച്ച് സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. ഇല്ല എങ്കിൽ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം
നമ്മളൊരു വെള്ളത്തിലൊരു വര വരച്ചാൽ എത്രത്തോളം അത് ബാരിശമാണോ ആ രൂപത്തിലായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് യുവാക്കളോടായിക്കൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്. വളരെയധികം നന്ദിയുണ്ട് ഇത്രയും സമയം ഞങ്ങളുമായി ചിലവഴിച്ചതിന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.